അമേഠി മണ്ഡലം നെഹ്റു കുടുംബം കൈയൊഴിഞ്ഞു. കോൺഗ്രസിലെ റോയൽ ഫാമിലിയായ നെഹ്റു കുടുംബത്തിന്റെ കോട്ടയായിരുന്ന മണ്ഡലത്തിൽ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും. സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയയും പിന്നീട് രാഹുലുമെല്ലാം പ്രതിനിധീകരിച്ച അമേഠി മണ്ഡലത്തിലെ കുടുംബവാഴ്ച തൽക്കാലം അവസാനിക്കുന്നു. 2019 BJPയുടെ സ്മൃതി ഇറാനിയോട് തോറ്റതോടെ കൈവിട്ടുപോയ അമേഠി തിരിച്ചുപിടിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ കളത്തിലിറങ്ങുമെന്നായിരുന്നു സൂചനകൾ. റായ്ബറേലിയെ പ്രതിനിധീകരിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇറങ്ങുമെന്നും കരുതപ്പെട്ടു. രാഹുൽ റായ്ബറേലിയിലേക്ക് മടങ്ങുമ്പോൾ അമേഠി മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം എന്ന ചോദ്യമാണ് ഉയരുന്നത്. 2004 മുതൽ തുടർച്ചയായി 3 തവണയാണ് രാഹുൽ അമേഠിയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1981, 84, 89, 91 കാലയളവ് വരെ രാജീവ് ഗാന്ധി ജയിച്ച അമേഠിയിൽ നിന്നുമാണ് സോണിയാഗാന്ധി ആദ്യമായി MP ആകുന്നത്. പിന്നീട് 2004 തെരഞ്ഞെടുപ്പിൽ രാഹുലിനായി അമേഠി വിട്ട് സോണിയ റായ്ബറേലിയിലേക്ക് മാറുകയായിരുന്നു. സ്മൃതി ഇറാനിക്കും മുൻപ് അമേഠിയിൽ BJPക്ക് വിജയമുണ്ടായിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി സഞ്ജയ് സിംഗ് അന്ന് ജയിച്ചു കയറിയത് 23,270 വോട്ടുകൾക്കാണ്. എന്നാൽ 1999 സോണിയാഗാന്ധി ഇറങ്ങിയതോടെ അമേഠി മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. അന്ന് സോണിയാഗാന്ധി നേടിയത് 4,18,960 വോട്ടാണ്. 3,12,000 വോട്ടുകളുടെ ഭൂരിപക്ഷം. കോൺഗ്രസിന് അടിപതറിയ 2019 തെരഞ്ഞെടുപ്പിൽ 4,68,514 വോട്ടുകളാണ് സ്മൃതി ഇറാനി നേടിയത്. രാഹുൽ ഗാന്ധി നേടിയത് 4,13,394 വോട്ടുകൾ. അതായത് 55,120 വോട്ടിന്റെ ഭൂരിപക്ഷ വിജയമായിരുന്നു BJPയുടേത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി ആദ്യമായി മത്സരിക്കാനെത്തുമ്പോൾ വിജയം കോൺഗ്രസിനായിരുന്നെങ്കിലും BJP മണ്ഡലത്തിൽ വേരുറപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷത്തിൽ വന്ന ഇടിവ് പരിശോധിച്ചാൽ അത് വ്യക്തമാണ്. 2004 തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ രാഹുൽ നേടിയത് 3,90,179 വോട്ടാണ്. 55,438 വോട്ടുമായി BJP അന്ന് 3ാം സ്ഥാനത്താണ്. വെറും 9.40% വോട്ട് വിഹിതം. 2009 രാഹുൽ ഗാന്ധി നേടിയത് 4,64,195 വോട്ടാണ്. 71% വോട്ട് വിഹിതം. 5% വോട്ട് വിഹിതവുമായി BJP അന്നും 3ാം സ്ഥാനത്ത് തന്നെ. 2014 തെരഞ്ഞെടുപ്പിൽ 4,86,650 വോട്ടുകൾക്ക് വിജയിച്ചെങ്കിലും വോട്ട് വിഹിതം 71% നിന്നും 46.71% കുറഞ്ഞു. 3,747,000 വോട്ടോടെ അന്ന് സ്മൃതി ഇറാനി 2ാം സ്ഥാനത്തേക്ക് എത്തി. 2004 9%, 2009 5% മാത്രം വോട്ട് നേടിയ BJP 2014 34.38% വോട്ട് നേടി. 3 ലക്ഷത്തോളം വരുന്ന കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. തുടർച്ചയായി 3 തവണ അമേഠി രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നെങ്കിലും ഭൂരിപക്ഷത്തിൽ വന്ന വലിയ കുറവിനെ വരാനിരിക്കുന്ന പരാജയത്തിന്റെ അടയാളമായി കോൺഗ്രസ് തിരിച്ചറിയാതെ പോയി എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അമേഠി വിട്ട് റായ്ബറേലിയിലേക്ക് വരുമ്പോൾ അമ്മ സോണിയാഗാന്ധി നിലനിർത്തിയ വമ്പിച്ച ഭൂരിപക്ഷം രാഹുൽ നിലനിർത്തുമോ എന്നതാണ് അടുത്ത ചോദ്യം. അമേഠി കൈവിട്ടപ്പോഴും കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായി തന്നെ നിലനിന്ന മണ്ഡലമാണ് റായ്ബറേലി. രാജ്യസഭാംഗമായതോടെ സോണിയ കളമൊഴിഞ്ഞ മണ്ഡലത്തിൽ മകൾ പ്രിയങ്ക എത്തുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ പ്രിയങ്ക മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 2004 മുതൽ സോണിയ വൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിക്കുന്നത്. 50% മുകളിൽ വോട്ട് നേടിക്കൊണ്ടല്ലാതെ വിജയിച്ചിട്ടില്ല. BJP അധികാരത്തിലെത്തിയ 2014 തെരഞ്ഞെടുപ്പിൽ 3.52 ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് സോണിയ നേടിയത്. 2019 തെരഞ്ഞെടുപ്പെടുത്താൽ അമേഠി ഉൾപ്പെടെ 62 മണ്ഡലങ്ങളിലും BJP ജയിച്ചപ്പോൾ കോൺഗ്രസ് ജയിച്ചു കയറിയ ഏക മണ്ഡലമായിരുന്നു റായ്ബറേലി. റായ്ബറേലിയിലെ കോൺഗ്രസ് അപ്രമാദിത്വത്തിന്റെ ചരിത്രം നോക്കിയാൽ 1952 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഫിറോസ് ഗാന്ധി ജയിച്ചു തുടങ്ങി. 1967 മുതൽ 1977 വരെ ഇന്ദിരാഗാന്ധിയുടേതായി മണ്ഡലം. 1977 അടിപതറിയെങ്കിലും 1980 ഇന്ദിരാഗാന്ധി വീണ്ടും ജയിച്ചു കയറി. ഇന്ദിരയ്ക്ക് ശേഷം 2 തവണ അരുൺ നെഹ്റു വിജയിച്ചു. 1977, 96, 98 വർഷങ്ങളിലായി 3 തവണ മാത്രമാണ് കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചത്. 1999 സതീഷ് ശർമ്മയിലൂടെ കോൺഗ്രസ് റായ്ബറേലി തിരിച്ചുപിടിച്ചു. പിന്നീട് 2004 മുതൽ ഇങ്ങോട്ട് സോണിയാഗാന്ധിയുടെ വിജയഗാഥയാണ് റായ്ബറേലിയിൽ ഉണ്ടായത്.
എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പിലും റായ്ബറേലിയിലും BJPയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുന്നുണ്ട്. 2014 നിന്ന് 2019 20% വോട്ട് കൂടി. 1999 2004 4-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട അവർ 2009 3-ാം സ്ഥാനത്തും 2014 19 2-ാം സ്ഥാനത്തുമെത്തി. അതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ചയെ തിരിച്ചറിഞ്ഞ് ആഞ്ഞു പിടിച്ചില്ലെങ്കിൽ അമേഠിയിലെ പരാജയം റായ്ബറേലിയിലും ആവർത്തിച്ചേക്കാമെന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വ്യാപകമാണ്. അമേഠിയിൽ സ്മൃതി ഇറാനിയും റായ്ബറേലിയിൽ UP മന്ത്രി ദിനേശ് പ്രതാപ് സിംഗുമാണ് BJP സ്ഥാനാർത്ഥികൾ. മെയ് 20 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കിഷോരിലാൽ ശർമ്മയിലൂടെ അമേഠി തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നും റായ്ബറേലി എന്ന പ്രധാന കച്ചിത്തുരുമ്പ് നിലനിർത്തുമോ എന്നുമാണ് ഇനി അറിയേണ്ടത്.